മരണപ്പെട്ട 7 വയസ്സുകാരിയുടെ അമ്മയുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ എല്ലാ സഹായം ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറയും. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, അതിവൈകാരികമായ കാഴ്ചകളാണ് അവിടെ നിന്നുള്ളത് എന്നറിയാം. ഇനിയുള്ള നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാം. തീർത്തും വൈകാരികമാണ്. ഒരു കുഞ്ഞിന്റെ അമ്മ, 7 വയസ്സ് മാത്രമുള്ള കുട്ടി, വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇത്തരമൊരു താരുടെ അന്ത്യത്തിലേക്ക് പോയിരിക്കുന്നത്. വളരെ നിർദ്ധരെങ്കിലും കൃത്യമായ ചികിത്സ നൽകാൻ അവർ ശ്രമിച്ചു. അവർ എല്ലാ ചികിത്സയും നൽകി. അതിനുശേഷവും കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന അവസരം കൂടി അമ്മയുടെ വാക്കുകളിലുണ്ട്. എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് തെരുവ് നായ വന്നതെന്ന് കൂടി അമ്മ പറയുകയാണ്. മാലിന്യങ്ങൾ തന്നെയാണ് അവിടെ വില്ലനായത്. മാലിന്യം നാട്ടുകാർ തള്ളിയതാണ് ഈ നായയെ അവിടേക്ക് വരുത്തിയത്. കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു, കുട്ടിയുടെ മൃതദേഹവുമായി അവർ നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഉൾപ്പെടെ നടപടികൾ അവിടെ നടക്കും. തീർത്തും ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ ചികിത്സയ്ക്കും ആ കുടുംബം തയ്യാറായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ ചികിത്സ വൈകുന്നതാണ് പ്രശ്നമുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അതും ഉണ്ടായിട്ടില്ല. കൃത്യമായ ചികിത്സ നൽകി എന്നിട്ടും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലാത്തതിന്റെ സങ്കടമാണ് ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും നേരത്തെ നമ്മുടെ ഡോക്ടർമാർക്ക് പറയുന്നത് പോലെ പൂർണ്ണമായും സുരക്ഷിതമാണ് വാക്സിൻ എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അത് വലിയ ആശങ്ക പൊതുവിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തെരുവുനായകളുടെ എണ്ണം കൂടുന്നതും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. ഏതായാലും വളരെ ദയനീയമായ, വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് 7 വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. തീർച്ചയായും അരുൺ തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ധന്യ പ്രദീപ്, വിളക്കുഴി പഞ്ചായത്ത് അംഗമാണ്. ധന്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ധന്യ, നാടിന്റെ ഒന്നാകെ നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഈ 7 വയസ്സുകാരി. ഇതിൽ ഇപ്പോൾ അതിവൈകാരികമായി അമ്മയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമ്മ അതിൽ പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ തെരുവുനായ ശല്യം അത് വളരെ രൂക്ഷമാണ് എന്നുള്ളത്, മാലിന്യങ്ങൾ ഇത്തരത്തിൽ വഴിയോരങ്ങളിലൊക്കെ തള്ളുന്നത് അവിടെ വലിയൊരു ഗുരുതര പ്രശ്നമായി അവശേഷിക്കുന്നുണ്ട്. അതാണ് തെരുവുനായകൾ ഇത്തരത്തിൽ വർദ്ധിക്കാനും അവരുടെ ശല്യം കൂടാനുമുള്ള ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെ ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മൊത്തം നമ്മൾ മാലിന്യം നീക്കം ചെയ്ത് അങ്ങനെ തെരുവുനായയുടെ ശല്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിദാരുണമായിട്ട് ഈ കുഞ്ഞിനെ കഴിഞ്ഞ മാസം പേവിഷബാധയുള്ള നായ കടിക്കുകയും അപ്പൊ അതിനെ തുടർന്ന് കുഞ്ഞ് കൃത്യമായിട്ട് വാക്സിനൊക്കെ എടുത്തിരുന്നതായിരുന്നു. പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ പഞ്ചായത്ത് തുടർന്നും ഇനി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു അടിയന്തര മീറ്റിംഗ് കൂടി ഈ പട്ടി പിടിക്കുന്നതുമായി പട്ടിയുടെ കാര്യത്തില് തെരുവുനായയുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉടനെ ഞങ്ങൾ സ്വീകരിക്കാമെന്ന് ഒരു അടിയന്തര യോഗത്തിൽ ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ശരി, ഇനിയുള്ള നീക്കങ്ങളും നടപടികളും ഒക്കെ എങ്ങനെയായിരിക്കും? തുടർന്നും നമ്മൾ മാലിന്യങ്ങൾ, കാരണം പൊതുജനങ്ങളോട് നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് മാലിന്യം കൃത്യമായിട്ട് നീക്കം ചെയ്ത് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം പൊതുജനങ്ങളുടെ കൂടെ ഒരു സഹായത്തോടു കൂടി തുടർ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ധനിക്ക് വ്യക്തിപരമായി അറിയുന്ന കുടുംബം കൂടിയാണോ ഇത്? അല്ല, അറിയത്തില്ല, വ്യക്തിപരമായിട്ട് അറിയത്തില്ല. നമ്മൾ കുന്നിക്കോട് ഭാഗത്തുള്ള കുട്ടിയാണ്. ഞാൻ ഇങ്ങനെ വിളക്കുടി സ്വദേശിയാണ്. ശരി, ഈ കുടുംബത്തിലെ ഒരു പശ്ചാത്തലവും ഇനിയിപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ഈ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാണോ ധന്യക്ക്? ഇപ്പൊ രാവിലെ കുഞ്ഞിന്റെ മൃതശരീരം പുനലൂര് കൊണ്ടുവരും എന്നുള്ളൊരു റിപ്പോർട്ട് രാവിലെ പ്രസിഡന്റ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണല്ലേ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ധന്യ പ്രദീപ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. വിളക്കുടി പഞ്ചായത്ത് അംഗമായ ധന്യയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇതിൽ ഇപ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. തെരുവുനായ ശല്യം
രൂക്ഷമാകുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിലിപ്പോൾ ഈ മരിച്ച 7 വയസ്സുകാരിയുടെ അമ്മ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയമുണ്ട്. സ്ഥലത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. അതിന് കാരണമാകുന്നത് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞത് മാലിന്യങ്ങൾ നിവാരണം ചെയ്യാനുള്ള പദ്ധതികളൊക്കെ അവിടെ കാര്യക്ഷമമായി നടന്നു വരുന്നതിനിടയിലാണ് ഈ അത്യാഹിതം സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ മാലിന്യങ്ങൾ എങ്ങനെ ഈ തെരുവോരങ്ങളിലൊക്കെ കുന്നുകൂടുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരവാദി നമ്മളെല്ലാവരുമാണ് എന്നുള്ള ബോധ്യം കൂടി വേണം. അപ്പോൾ തെരുവുനായ ശല്യത്തിലടക്കം നമുക്ക് സംയുക്തമായി എല്ലാ പൗരന്മാർക്കും ഒത്തുചേർന്ന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇനിയെങ്കിലും ജാഗരൂകരായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം. എന്തായാലും നേരത്തെ ഡോക്ടർ രാജീവ് ജയദേവൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്സിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ഓരോ വർഷവും ഇത്തരത്തിൽ നായയുടെ കടിയേൽക്കുന്നുണ്ട്, ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ വളരെ അപൂർവം കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യവും മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യവും വരുന്നത്. അതിൽ മുറിവുകൾ അതിഗുരുതരമാകുന്ന സാഹചര്യം, ഞരമ്പുകൾ കേൾക്കുന്ന മുറിവുകൾ, അതൊക്കെയാണ് കൂടുതലായും ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഇതിനു വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ കടിയേറ്റ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുറിവിൽ സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റോളം വെള്ളത്തിൽ കഴുകണം എന്നുള്ളതാണ് ഡോക്ടർ നമ്മളോട് സൂചിപ്പിച്ച കാര്യം. അതിനുശേഷം എത്രയും വേഗം തന്നെ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുക, ആന്റി റാബീസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. വാക്സിന് ഫലപ്രാപ്തിയില്ല, ഗുണമേന്മ പോരാ എന്ന തരത്തിലൊക്കെ. പക്ഷേ ഈ വാർത്തകൾ കണ്ട് അല്ലെങ്കിൽ ഈ തെറ്റായ പ്രചാരണങ്ങൾ കണ്ടുകൊണ്ട് വാക്സിൻ എടുക്കാതിരുന്നാൽ അത് വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതൊരു വലിയ ബുദ്ധിമോശമായി പോകും എന്നുള്ളതാണ് സാഹചര്യം. വാക്സിൻ എടുക്കാതിരുന്നാൽ ഉറപ്പായും ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരും എന്നുള്ളതാണ്. വാക്സിന് 100% ഫലപ്രാപ്തി തന്നെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ ഈ 7 വയസ്സുകാരിയുടെ കാര്യമെടുത്താൽ കൈഞ്ഞരമ്പിനാണ് കടിയേറ്റത്. അതുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും പക്ഷേ അതിന് മുൻപായി തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒരിക്കൽ കൂടി വി അരുണിലേക്ക് പോവുകയാണ്. അരുൺ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, പറഞ്ഞോളൂ വിശദാംശം. ആര്യ, ഏതായാലും നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കുട്ടിയുടെ ആരോഗ്യനില അത്രയധികം ഗുരുതരമാവുന്ന വരുമ്പോൾ വളരെ വേദനയിലും പ്രതീക്ഷയുണ്ടായിരുന്നു ആ അമ്മയ്ക്ക്. മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. അന്ന് എല്ലാ ചികിത്സയും നൽകുമെന്ന് SIT ആശുപത്രി സൂപ്രണ്ടും പറഞ്ഞിരുന്നു. കൃത്യമായ ചികിത്സ അവർ തുടക്കം മുതൽ അത് ഈ പട്ടികടി ഏറ്റ ഉടൻ തന്നെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുന്നത് തുടങ്ങി ആന്റി റാബീസ് വാക്സിൻ എടുക്കുന്നവരുടെ എല്ലാ ഡോസുകളും കൃത്യമായ എല്ലാ ചികിത്സയും നടത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതീക്ഷ അമ്മയുടെ വാക്കുകളുടെ ഒരു മരുന്ന് കിട്ടാൻ വൈകിയ, അല്ലെങ്കിൽ ആ മരുന്ന് ഇവിടെ ആശുപത്രിയിലായിരുന്നു, അത് പിന്നീട് മറ്റൊരു മരുന്ന് നൽകിയ ആശുപത്രി അധികൃതർ അത് പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ ശ്രമങ്ങളും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, SIT ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടി ഈ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിരുന്നു. അതാണ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തുടക്കത്തിൽ ഇവിടെ നിന്ന് ലഭിച്ച വിവരം. അതിനുശേഷം പലപ്പോഴും കുട്ടി രോഗബാധയുടെ ഭാഗമായുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മയക്കുകയായിരുന്നു കുട്ടിയെ. മരുന്ന് കൊടുത്ത് തന്നെ മയക്കി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മുക്തിയാകാൻ കുട്ടി കഴിഞ്ഞില്ല. വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഈ പേവിഷബാധ ഏറ്റ് രക്ഷപ്പെട്ടവരുടെ കണക്കുകൾ. സംസ്ഥാനത്ത് തന്നെ 5-6 പേരെന്ന ഒരു കണക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. വളരെ കൃത്യമായ ചികിത്സ നൽകി രക്ഷപ്പെടുത്തിയിട്ടുള്ള വളരെ 5-6 പേര് മാത്രമാണ്. അങ്ങനെ അത്രയധികം നമ്മൾ സംസാരിച്ച ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത, പേവിഷബാധയേറ്റ് അതിൽ നിന്ന് മുക്തമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ അതും അങ്ങനെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല. പക്ഷേ ആ കുടുംബം അല്ലെങ്കിൽ എല്ലാവരും അത് ആഗ്രഹിച്ചു. എന്നാൽ അതും സാധിച്ചില്ല. ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നത്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേർന്നത്.
ഇനി എത്രയും വേഗം തന്നെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ സംസ്കാരം നടക്കും എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള എത്രയും മികച്ച ചികിത്സ നൽകിയാലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പേവിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നായയുടെ കടി ഏറ്റുകഴിഞ്ഞാൽ എത്രയും വേഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ് 15 മിനിറ്റോളം നേരം സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി ആ മുറിവുകളെല്ലാം കഴുകുക എന്നുള്ളതാണ്. അതിനുശേഷം അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിയെത്തുക, ആന്റി റാബിസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ ഫലപ്രാപ്തി തരില്ല എന്നുള്ള തെറ്റായ പ്രചരണങ്ങളിൽ പ്രേക്ഷകർ വീണു പോകാതിരിക്കുക.